മയൂരനും കോമളയും. ഒരു വലിയ പൂന്തോട്ടത്തിൽ മയൂരൻ എന്നൊരു മയിൽ ജീവിച്ചിരുന്നു. അവന്റെ വർണ്ണാഭമായ തൂവലുകൾ ആരെയും ആകർഷിക്കുന്നതായിരുന്നു. അവൻ ദിവസവും തന്റെ തൂവലുകൾ വിരിച്ച് നൃത്തം ചെയ്യുമായിരുന്നു. അതേ പൂന്തോട്ടത്തിന്റെ ഒരു മൂലയിൽ കോമള എന്നൊരു കോഴി തന്റെ കുഞ്ഞുങ്ങളോടൊപ്പം താമസിച്ചിരുന്നു. അവൾക്ക് മയൂരന്റെ അത്ര ഭംഗിയില്ലായിരുന്നു, പക്ഷെ അവൾ വളരെ കഠിനാധ്വാനിയായിരുന്നു. ഒരു ദിവസം മയൂരൻ കോമളയുടെ അടുത്തേക്ക് വന്നു. "എന്നെ നോക്കൂ കോമള, എന്റെ തൂവലുകൾ എത്ര മനോഹരമാണ്. നിന്റെ തൂവലുകൾക്ക് ഒരു ഭംഗിയുമില്ലല്ലോ," അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു. കോമള ചിരിച്ചു. "അതേ മയൂരൻ, നിന്റെ ഭംഗിക്ക് പകരം വയ്ക്കാനൊന്നുമില്ല. പക്ഷേ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ നോക്കണം, അവർക്ക് ഭക്ഷണം കണ്ടെത്തണം," അവൾ സ്നേഹത്തോടെ മറുപടി പറഞ്ഞു. പെട്ടെന്ന് ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ഒരു വലിയ കൊടുങ്കാറ്റ് വരുന്നുണ്ടായിരുന്നു. കാറ്റ് ആഞ്ഞുവീശി മഴ തകർത്തു പെയ്തു. മയൂരന്റെ മനോഹരമായ തൂവലുകൾ മഴയിൽ നനഞ്ഞ് ഒട്ടിപ്പിടിച്ചു. അവന് പറക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ഭംഗി നഷ്ടപ്പെട്ടതിൽ അവൻ സങ്കടപ്പെട്ടു. എന്നാൽ കോമള തന്റെ കുഞ്ഞുങ്ങളുമായി ഒരു വലിയ പാറയുടെ അടിയിൽ സുരക്ഷിതമായി അഭയം തേടി. അവൾ അവർക്ക് ചൂട് നൽകി, കൊടുങ്കാറ്റ് കഴിയുന്നതുവരെ അവരെ സംരക്ഷിച്ചു. കൊടുങ്കാറ്റ് ശാന്തമായപ്പോൾ മയൂരൻ കോമളയുടെ അടുത്തേക്ക് വന്നു. അവന്റെ തൂവലുകൾ ഇപ്പോഴും നനഞ്ഞിരുന്നു. "കോമള, നിന്റെ വിവേകവും ധൈര്യവുമാണ് പ്രധാനം," അവൻ പറഞ്ഞു. "എന്റെ ഭംഗി ഒരു കൊടുങ്കാറ്റിൽ നശിച്ചു, പക്ഷെ നീ നിന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു. യഥാർത്ഥ മൂല്യം പുറമോടിയിലല്ല, ഉള്ളിലെ കഴിവുകളിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു," മയൂരൻ സമ്മതിച്ചു. അന്നുമുതൽ മയൂരൻ കോമളയെ ബഹുമാനിച്ചു. കോമളയും മയൂരന്റെ ഭംഗിയെ അഭിനന്ദിച്ചു. അവർ ഇരുവരും അവരുടെ വ്യത്യസ്തമായ കഴിവുകളെ വിലമതിച്ച് സന്തോഷത്തോടെ ജീവിച്ചു.